ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്രിയവ്രതൻ്റെ കഥയെക്കുറിച്ച് മനസ്സിലാക്കാം. മനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ ദേവർഷി നാരദനിൽ നിന്നും നിവൃത്തി മാർഗം വിശദമായിട്ട് കേട്ടു. പിതാവായ മനുവോ ഏറെ നിർബന്ധിച്ചു. എന്നാലും പ്രിയവ്രതൻ രാജ്യഭാരം ഏറ്റെടുക്കുവാനോ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറായില്ല. ഈ വേളയിലാണ് അവിടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. ദേവർഷി നാരദനും പ്രിയവ്രതനും പരംപിതാവിനെ അങ്ങ് വണങ്ങി. ബ്രഹ്മാവ് പ്രിയവ്രതനോട് പറയുകയാണ്, പ്രിയവ്രത, സമസ്ത ലോകങ്ങളും ഈശ്വരൻ്റെ ആജ്ഞ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മോക്ഷം ലഭിച്ചവർ പോലും കർമ്മക്ഷയം വരുന്നതുവരെ ശരീരസന്ധാരണം ചെയ്യുന്നുണ്ട്. ദുഃഖനിവൃത്തിക്കായി നീ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ അഭയം അങ്ങ് പ്രാപിക്കുക. ഗൃഹസ്ഥാശ്രമ പ്രവൃത്തിക്ക് ഒന്നും ഒരു തടസ്സവുമില്ല. കർമ്മങ്ങൾ ഈശ്വരനെ സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്യുക. ദൈവദത്തമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നത് വഴി ബന്ധം ഉണ്ടാകയില്ല. ബ്രഹ്മദേവൻ്റെ വാക്കുകളെല്ലാം സ്വീകരിച്ച പ്രിയവ്രതൻ മനുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യഭാരം ഏറ്റെടുത്തു. അതിൽ വിശ്വകർമ്മപുത്രിയായ ബർഹിഷ്മതിയെ അങ്ങ് വിവാഹവും കഴിച്ചു. അതിൽ അവർക്ക് 10 പുത്രന്മാരും ഒരു പുത്രിയും അങ്ങ് ജനിച്ചു. സന്താനങ്ങളിൽ വീരൻ, കവി, സവൻ എന്നിവർ സന്യാസം സ്വീകരിച്ച് പരമാത്മജ്ഞാനം നേടുവാൻ അങ്ങ് ഒരുങ്ങി. പ്രിയവ്രതന് മറ്റൊരു പത്നിയിൽ 3 പുത്രന്മാർ ജനിക്കുകയും അവർ 3 പേരും തപസ് അനുഷ്ഠിച്ച് മനുപദവി നേടുകയും ചെയ്തു. പ്രിയവ്രതൻ അനേകം സംവത്സരം രാജ്യഭാരം ഭരിച്ചു. ആ കാലയളവിനുള്ളിൽ അദ്ദേഹം തൻ്റെ രഥത്തിൽ കയറി 7 തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു. തേരുരുണ്ട വഴികൾ കുഴിഞ്ഞ് സപ്തസമുദ്രങ്ങളുണ്ടാവുകയും അങ്ങനെ ഭൂമണ്ഡലം സപ്തദ്വീപുകളായിട്ട് മാറുകയും ചെയ്തു. ദ്വീപുകളുടെ ഭരണത്തിൻ്റെ ചുമതല പ്രിയവ്രതൻ തൻ്റെ 7 പുത്രന്മാരെ അങ്ങ് ഏൽപ്പിച്ചു. ഒടുവിലോ ലൗകിക ജീവിതത്തിൽ വിരക്തനായ അദ്ദേഹം നാരദ ആശ്രമത്തിലെത്തുകയും മോക്ഷം വരിക്കുകയും ചെയ്തു. പ്രിയവ്രതൻ്റെ ഏകപുത്രിയായ ഊർജസ്വതിയെ ശുക്രൻ അങ്ങ് പരിണയിച്ചു. അവർക്ക് പിറന്ന ദേവയാനി എന്ന പുത്രിയെ യയാതി വിവാഹം ചെയ്തു. പ്രിയവ്രതപുത്രനായ അഗ്നീന്ദ്രൻ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി കഠിന തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഈ വേളയിലാണ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം പൂർവജിത്തി എന്നു പേരുള്ള ഒരു അപ്സര കന്യക അഗ്നീന്ദ്രൻ്റെ സവിധത്തെത്തി. പരസ്പരം ആസക്തരായ ഇരുവരും എന്ത് ചെയ്തു? വളരെ കാലം സുഖമായിട്ട് അങ്ങ് രമിക്കുകയും പൂർവജിത്തി 9 പുത്രന്മാർക്ക് അങ്ങ് ജന്മം നൽകുകയും ചെയ്തു. ഒടുവിലോ തുടർന്ന് അഗ്നീന്ദ്രൻ ജംബുദ്വീപിനെ 9 ഭാഗങ്ങളാക്കി മാറ്റുകയും ഓരോ ഖണ്ഡത്തിൻ്റെയും ചുമതല ഓരോ പുത്രന്മാരെ അങ്ങ് ഏൽപ്പിക്കുകയും എല്ലാം ചെയ്തു.
ലൗകിക സുഖങ്ങളിൽ അസംതൃപ്തനായ അഗ്നീന്ദ്രൻ അപ്സര ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അഗ്നീന്ദ്രൻ്റെ പുത്രനായ നാഭി മേരുദേവിയെ പരിണയിക്കുകയും പുത്രകാമനയോടെ ഭഗവാനെ ഭജിക്കുകയുമെല്ലാം ചെയ്തു. നാഭിയുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ യജ്ഞശാലയിൽ അങ്ങ് പ്രത്യക്ഷനായി. എല്ലാവരും ഭഗവാനെ അങ്ങ് സ്തുതിച്ചു. അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും നൽകിയതിന് ശേഷം ഭഗവാൻ അന്തർധാനവും ചെയ്തു. തുടർന്നോ നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭദേവനായ ഭഗവാൻ അങ്ങ് പിറന്നു. സ്വപുത്രൻ്റെ ഗുണഗണങ്ങൾ നാഭിയെ അത്യന്തം സന്തോഷഭരിതമാക്കി. യഥാസമയം മകനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് നാഭി പത്നിയോടൊപ്പം വനത്തിലേക്ക് അങ്ങ് യാത്രയാവുകയും ചെയ്തു. അവിടെ നാരായണന്മാരെ ഭജിച്ച് മുക്തി കൈവരിക്കുകയും ചെയ്തു. നാഭിപുത്രനായ ഋഷഭന് ഇന്ദ്രദത്തയായ ജയന്തിയെ അങ്ങ് പരിണയം ചെയ്തു. അവർക്ക് 100 പുത്രന്മാർ ജനിച്ചു. അതിൽ മൂത്ത പുത്രനാണ് ഭരതൻ. അശനാഭവർഷത്തിൻ്റെ അധീപനായി മാറുകയും ചെയ്തു. സർവസൽഗുണങ്ങളും നിറഞ്ഞ ഭരതൻ്റെ കീർത്തിയിൽ അജനാഭവർഷം ഭാരതവർഷം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഋഷഭദേവൻ്റെ തൻ്റെ പുത്രന്മാർക്ക് ലൗകിക സുഖങ്ങൾ എത്ര നിസ്സാരമാണെന്നും മോക്ഷമാർഗം എന്തൊക്കെയാണെന്നുമെല്ലാം വിശദമായി ഉപദേശിച്ചു കൊടുത്തു. ശേഷമോ സന്യാസം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവധൂതനെ പോലെ പല ദേശങ്ങളിലും ആരണ്യങ്ങളിലുമെല്ലാം സഞ്ചരിച്ചു കൊണ്ട് നടന്നു. ഒടുവിലോ കുടകാചലത്തിലെത്തിയ അദ്ദേഹം കാട്ടുതീയിലങ്ങ് ദേഹത്യാഗവും ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓം നമോ നാരായണായ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.